ഹലോ ഫ്രണ്ട്സ്, ഹൈജീൻ അവർ സ്ട്രെങ്ത് എന്ന യൂണിറ്റിലെ ഏറ്റവും അവസാന ഭാഗം പ്രതിപാദിക്കുന്ന ഒരു വീഡിയോ ആണിത്. പോസ്റ്റർ മേക്കിങ്ങിനെ കുറിച്ചൊക്കെയാണ് ഈ ഭാഗത്ത് പ്രധാനമായും ഡിസ്കഷൻ വരുന്നത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പോസ്റ്റർ നിർമ്മിക്കാനൊക്കെ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. മാത്രമല്ല, ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് പ്രീവിയസ് ഇയേഴ്സ് മുൻ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോയുടെ അവസാനം വരെ കാണണം. ഹെൽത്ത് ക്ലബ്. ടേക്ക് എ ലുക്ക് അറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഹെൽത്ത് ക്ലബ് അറ്റ് ഗവൺമെൻറ് LP സ്കൂൾ നന്ദപുരം. നന്ദപുരം ഗവൺമെൻറ് LP സ്കൂളിലെ ആരോഗ്യ ക്ലബ്ബ്, ഹെൽത്ത് ക്ലബ്ബ് നടത്തിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒബ്സർവിങ് ഡ്രൈ ഡേ എവ്രി വീക്ക്. എല്ലാ ആഴ്ചയിലും ഡ്രൈ ഡേ ആചരിക്കുക. മേക്കിംഗ് അവയർനെസ് പോസ്റ്റേഴ്സ്. ബോധവൽക്കരണ പോസ്റ്റർ നിർമ്മാണം. ഹെൽത്ത് ചാർട്ട് ഇൻ ഈച്ച് ക്ലാസ്. ഓരോ ക്ലാസ്സിലും ആരോഗ്യ ചാർട്ട്. ഫിസിക്കൽ ഫിറ്റ്നസ് ട്രെയിനിങ്. വ്യായാമ പരിശീലനം. പ്ലേസിംഗ് വേസ്റ്റ് ബാസ്ക്കറ്റ് ഇൻ ദ സ്കൂൾ ആൻഡ് പ്രമിസസ്. സ്കൂളിലും പരിസരങ്ങളിലും ചവറ്റുകൊട്ടകൾ സ്ഥാപിക്കൽ. ഹൈജീൻ സർവേ. ശുചിത്വ സർവേ. കമ്പൈലിംഗ് ഹെൽത്ത് മാഗസിൻ. ആരോഗ്യ പതിപ്പ് നിർമ്മാണം. ഡോണ്ട് യു ഹാവ് എ ഹെൽത്ത് ക്ലബ് ഇൻ യുവർ സ്കൂൾ ടു? നിങ്ങളുടെ സ്കൂളിലും ആരോഗ്യ ക്ലബ്ബ് ഇല്ലേ? വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് യു കണ്ടക്ട്? എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നിങ്ങൾ നടത്താറുള്ളത്? അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ സ്കൂളിൽ ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. We clean the school premises once in a week after the school assembly. സ്കൂൾ അസംബ്ലി കഴിഞ്ഞാൽ സ്കൂൾ പരിസരമൊക്കെ വൃത്തിയാക്കും. We clean the classroom every day. എല്ലാ ദിവസവും ക്ലാസ് റൂം വൃത്തിയാക്കും. യോഗ ആൻഡ് സ്വിമ്മിംഗ് എക്സസൈസ്. ചില സ്കൂളുകളിൽ യോഗയും സ്വിമ്മിംഗ് എക്സസൈസൊക്കെ ഉണ്ടാവും. Displaying of posters and placards related to hygiene in different places. പോസ്റ്ററുകളും പ്ലക്കാർഡുകളും, ശുചിത്വവുമായി ബന്ധപ്പെട്ട പോസ്റ്ററും പ്ലക്കാർഡും പല സ്ഥലത്തും സ്ഥാപിക്കും. ഇതിൽ ഏതൊക്കെയാണ് നിങ്ങളുടെ സ്കൂളിൽ ചെയ്യുന്നത്? അക്കാര്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത്. ലെറ്റ്സ് മേക്ക് പോസ്റ്റേഴ്സ്. പോസ്റ്റർ നിർമ്മിക്കാം. ഹാവ് എ ലുക്ക് അറ്റ് സം ഓഫ് ദ പോസ്റ്റേഴ്സ് മെയ്ഡ് ബൈ ഫ്രണ്ട്സ് അറ്റ് ഗവൺമെൻറ് LP സ്കൂൾ നന്ദപുരം. നന്ദപുരം ഗവൺമെൻറ് LP സ്കൂളിലെ കൂട്ടുകാർ നിർമ്മിച്ച ചില പോസ്റ്ററുകൾ നോക്കൂ. പ്രിപ്പയർ പോസ്റ്റേഴ്സ് ലൈക്ക് ദീസ് ടു പേസ്റ്റ് ഇൻ യുവർ സ്കൂൾ ആൻഡ് സറൗണ്ടിങ്സ്. ഇതുപോലെ സ്കൂളിലും പരിസരങ്ങളിലും പതിക്കാൻ പോസ്റ്ററുകൾ തയ്യാറാക്കൂ. ലുക്ക് അറ്റ് ദിസ് പോസ്റ്റർ. എന്താ അവിടെ എഴുതിയത്? ഇമ്പോർട്ടൻസ് ഓഫ് ഹൈജീൻ. മേക്ക് ഹൈജീൻ എ ഹാബിറ്റ്, അവോയ്ഡ് ഡിസീസസ്. വൃത്തി ശീലമാക്കൂ. മേക്ക് ഹൈജീൻ എ ഹാബിറ്റ്. വൃത്തി ശീലമാക്കൂ. അവോയ്ഡ് ഡിസീസസ്. രോഗം ഒഴിവാക്കൂ. ക്ലീൻ കൺട്രി. വൃത്തിയുള്ള നാട്. മൈ സറൗണ്ടിങ്സ് ക്ലീൻ സറൗണ്ടിങ്സ്. എൻ്റെ പരിസരം വൃത്തിയുള്ള പരിസരം. ചില പോസ്റ്റർ വചനങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ക്ലീൻലിനെസ് കീപ്സ് അവേ ഡിസീസസ്. Hygienic village, beautiful village. Let's join together for a hygienic country. Clean village, beautiful village. Cleanliness is next to godliness. Hygiene keeps diseases away. Let us join hands for a clean country. Let's be good friends with hygiene. My country, clean country. Know the strength of cleanliness. ന്യൂസ്. വാർത്തകൾ. ലുക്ക് അറ്റ് സം ഹെഡ്ലൈൻസ് ദാറ്റ് അപ്പിയർ ഇൻ ന്യൂസ് പേപ്പേഴ്സ്. പത്രങ്ങളിൽ വരാറുള്ള ചില വാർത്തകളുടെ തലക്കെട്ടുകൾ, ഹെഡ്ലൈൻസ് ഒന്ന് ശ്രദ്ധിക്കൂ. റാറ്റ് ഫീവർ സ്പ്രെഡ്സ്. എലിപ്പനി പടരുന്നു. പീപ്പിൾ ഇൻ പാനിക്. ജനങ്ങൾ ഭീതിയിൽ. പാനിക് മീൻസ് ഭീതി. റോഡ് സൈഡ് ഗാർബേജ്. ട്രാവലേഴ്സ് ഇൻ ഡിഫിക്കൽറ്റി.
റോഡരികിലെ മാലിന്യം, ഗാർബേജ്, മാലിന്യം. ട്രാവലേഴ്സ് ഇൻ ഡിഫിക്കൽറ്റി, യാത്രക്കാർ ദുരിതത്തിൽ. ചിക്കൻ ഗുനിയ, ഹെവി റഷ് ഇൻ ഹോസ്പിറ്റൽസ്, ആശുപത്രികളിൽ വൻ തിരക്ക്. വാട്ട് ഈസ് ദ റീസൺ ഫോർ സച്ച് ന്യൂസ് കമ്മിങ് അപ്പ്? ഇത്തരം വാർത്തകൾ വരാൻ കാരണം എന്താണ്? വിൽ സച്ച് ന്യൂസ് കം ഫ്രം ഹൈജീനിക് പ്ലേസസ്? ശുചിത്വമുള്ള ഒരു നാട്ടിൽ നിന്ന് ഇത്തരം വാർത്തകൾ ഉണ്ടാകുമോ? വാട്ട് ഓൾ മസ്റ്റ് ബി ടേക്കൺ കെയർ ഓഫ് ടു പ്രിവെൻറ്റ് സച്ച് ന്യൂസ് കമ്മിങ് അപ്പ് ഇൻ അവർ ലാൻഡ്? നമ്മുടെ നാട്ടിൽ ഇത്തരം വാർത്തകൾ ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഈച്ച് ഓഫ് us മസ്റ്റ് മെയിൻറ്റെയിൻ ക്ലീൻലിനെസ്. നാം ഓരോരുത്തരും ശുചിത്വം പാലിക്കണം. ഹോംസ് ആൻഡ് സറൗണ്ടിങ്സ് മസ്റ്റ് ബി കെപ്റ്റ് ക്ലീൻ. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. ഹൈജീൻ മസ്റ്റ് ബി ഒബ്സർവ്ഡ് ഇൻ പബ്ലിക് പ്ലേസസ്. പൊതുസ്ഥലങ്ങളിൽ ശുചിത്വം പാലിക്കണം. ഹെൽത്ത് അവെയർനെസ് ക്യാമ്പയിൻ ഷുഡ് ബി കണ്ടക്റ്റഡ്. ആരോഗ്യ ബോധവൽക്കരണം നൽകണം. ഹൗ ക്യാൻ വി അവോയ്ഡ് റാറ്റ്സ്, ഫ്ലൈസ്, മോസ്കിറ്റോ ഫ്രം അവർ സറൗണ്ടിങ്സ്? ഇവയൊക്കെ എങ്ങനെ തടയാം എന്ന് നോക്കാം. ആദ്യം നമുക്ക് എലിശല്യം കുറയ്ക്കാൻ എന്തെല്ലാം ചെയ്യാം എന്ന കാര്യം നോക്കാം. അവോയ്ഡ് ത്രോയിങ് എവേ ലെഫ്റ്റ് ഓവർ ഫുഡ് ആൻഡ് വേസ്റ്റ്. ബാക്കിയുള്ള ഭക്ഷണാവശിഷ്ടങ്ങൾ വലിച്ചെറിയുന്ന ശീലം ഒഴിവാക്കുക. പിന്നെ എന്ത് ചെയ്യണം? ഡെപ്പോസിറ്റ് വേസ്റ്റ് ഇൻ ഹോൾ ഇൻ ദ ഗ്രൗണ്ട് ആൻഡ് കവർ വിത്ത് എർത്ത്. നമ്മളൊരു കുഴി കുഴിച്ച് അതിൽ വേസ്റ്റ് ഇട്ട് മണ്ണ് കൊണ്ട് മൂടുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ എലി വരുന്നത് ഒരു പരിധി വരെ നമുക്ക് തടയാൻ സാധിക്കും. ഇനി നമുക്ക് എബൌട്ട് ഫ്ലൈസ്, ഈച്ചയെ എങ്ങനെ ഒഴിവാക്കാം എന്ന കാര്യം നോക്കാം. അവോയ്ഡ് ത്രോയിങ് അവേ ലെഫ്റ്റ് ഓവർ ഫുഡ്. ഭക്ഷണ അവശിഷ്ടം വലിച്ചെറിയുന്ന സ്വഭാവം നിർത്തുക. പുട്ട് ഇറ്റ് ഇൻ ദ കമ്പോസ്റ്റ് പിറ്റ്. അത് കമ്പോസ്റ്റ് പിറ്റിൽ തന്നെ നിക്ഷേപിക്കുക. കീപ് ഫുഡ് കവേർഡ്. ഭക്ഷണ പദാർത്ഥങ്ങൾ എപ്പോഴും മൂടി വയ്ക്കുക. കീപ് ദ ഹൗസ് ആൻഡ് പ്രമിസസ് ക്ലീൻ. വീടും പരിസരവും എപ്പോഴും വൃത്തിയുള്ളതാക്കി വയ്ക്കുക. എബൌട്ട് മോസ്കിറ്റോസ്, ഡോണ്ട് അലോ സ്റ്റാഗ്നന്റ് വാട്ടർ ടു റിമെയിൻ എനിവർ. വെള്ളം കെട്ടിക്കിടക്കാൻ എവിടെയും അനുവദിക്കരുത്. ഡോണ്ട് അലോ എനിത്തിങ് ടു റിമെയിൻ ഇൻ ദ പ്രമിസസ് ദാറ്റ് ക്യാൻ കണ്ടെയ്ൻ വാട്ടർ. വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ള ഒരു വസ്തുക്കളും ചുറ്റുപാടും ഇടാൻ പാടില്ല. ഒബ്സർവ് ഡ്രൈ ഡേ ആചരിക്കുക. 3 പേരും വിഷമിച്ചിരിക്കുന്നത് കണ്ടില്ലേ? എന്താ അവർ പറയുന്നത്? നോ വേ ഹിയർ ടു. ദിസ് ലാൻഡ് ഈസ് ഓൾസോ മൂവിങ് ടുവേർഡ്സ് ഹൈജീൻ. ഇവിടെയും രക്ഷയില്ല. ഈ നാടും വൃത്തിയിലേക്ക് മാറി. വിൽ ദർ ബി എനി പ്ലേസ് വിത്തൗട്ട് ഹൈജീൻ? വൃത്തിയില്ലാത്തൊരു നാട് ഇനി എവിടെയെങ്കിലും ഉണ്ടാകുമോ? പ്രോഗ്രാംസ് ഓൺ ഹൈജീൻ ഹാവ് ബീൻ സ്റ്റാർട്ടഡ് ഓൾ ഓവർ. നോ വേ ഫോർ us എനിമോർ. നാട് മുഴുവൻ ശുചിത്വ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു. നമുക്കിനി രക്ഷയില്ല. അവർ പ്ലേസ് വിൽ ഓൾസോ ബിക്കം ക്ലീൻ if we live observing personal hygiene and environment hygiene. വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിച്ച് നാം ജീവിച്ചാൽ നമ്മുടെ നാടും വൃത്തിയുള്ളതാവും, അല്ലേ? ലെറ്റ്സ് പുട്ട് അവർ ഹെർട്സ് ടുഗദർ ഫോർ ദാറ്റ്. അതിനായി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. മൈ ലാൻഡ് ഹൈജീനിക് ലാൻഡ്. എൻ്റെ നാട് ശുചിത്വ നാട്. ഇനി നമുക്ക് ഈ യൂണിറ്റിലെ ചില ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. Plague is spread by dash. Chikungunya is spread by dash. We observe dash way week to stop the spreading of mosquitoes. Dash is done to make good the excessive loss of water from the body. അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് ടീച്ചർ പറഞ്ഞു തരില്ല. നിങ്ങൾ റീഡ് യുവർ ടെക്സ്റ്റ് ബുക്ക് അഗെയിൻ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ആൻസർ. ഓക്കെ. ഇനി നമുക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. പിക്ചേഴ്സ് ഓഫ് സം ഓർഗാനിസംസ് ആർ ഗിവൻ ബിലോ. ഐഡൻറ്റിഫൈ വിച്ച് ഓഫ് ദം സ്പ്രെഡ് ഡിസീസസ്. കുറേ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ അസുഖം പരത്തുന്ന ജീവികൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ്. ഏതൊക്കെയാണ്? യെസ്, റാറ്റ്, മോസ്കിറ്റോ ആൻഡ് ഹൗസ് ഫ്ലൈ. ഓക്കെ, നെക്സ്റ്റ് വൺ. നെയിം എ ഡിസീസ് സ്പ്രെഡ് ബൈ മോസ്കിറ്റോസ്. കൊതുക് പരത്തുന്ന ഏതെങ്കിലും ഒരു അസുഖത്തിൻ്റെ പേര് എഴുതുക.
മലേറിയ, ചിക്കൻ ഗുനിയ ആൻഡ് ഡെങ്കി ഫീവർ. ഇനി നമുക്ക് കഴിഞ്ഞ വർഷം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. നെയിം ദ ഡിസീസ് സ്പ്രെഡിംഗ് ഓർഗാനിസം വിച്ച് ആർ ലൈക്ലി ടു ഇൻക്രീസ് ഇൻ ദിസ് ലൊക്കാലിറ്റി. ഈ പിക്ചർ നോക്കൂ. ഇവിടെ ഏതെല്ലാം ജീവികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്? സ്റ്റാഗ്നന്റ് വാട്ടർ കാണാനുണ്ട് അല്ലേ? അപ്പോൾ അവിടെ എന്തുണ്ടാവും? കൊതുക് മുട്ടയിട്ട് പെരുകാൻ സാധ്യതയുണ്ട്. പിന്നെയോ വേസ്റ്റ് ആർ ഡെപ്പോസിറ്റഡ് ഹിയർ ആൻഡ് ദർ. അവിടെ എവിടെയായിട്ട് വേസ്റ്റ് ഇട്ടിട്ടുണ്ട്. വി ക്യാൻ സി ഫുഡ് വേസ്റ്റ് ഓൾസോ. അതുകൊണ്ട് ഇവിടെ ആരൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്? റാറ്റ്സ്, ഫ്ലൈസ് ഇവയൊക്കെ പെരുകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഓൾസോ ദ സറൗണ്ടിങ്സ് ആർ നോട്ട് ക്ലീൻ. സോ the disease spreading organism like housefly, rat and mosquitoes are increases in this locality. Now let us move to next question. The Grama Panchayat has decided to fix a board to ensure hygiene in the colony. ആ കോളനിയിൽ ശുചിത്വം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഗ്രാമപഞ്ചായത്ത് കുറച്ച് ബോർഡുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. റൈറ്റ് സ്യൂട്ടബിൾ സ്ലോഗൻസ് റിലേറ്റഡ് ടു ഹൈജീൻ ഓൺ ദ ബോർഡ്. അപ്പോൾ ശുചിത്വവുമായി ബന്ധപ്പെട്ട ചില പോസ്റ്റർ വചനങ്ങൾ എഴുതാനാണ്. നമ്മൾ നേരത്തെ കണ്ട പിക്ചറിൽ വേസ്റ്റ് അവിടെ ഇവിടെ പരത്തിയിട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്തെഴുതി വയ്ക്കാൻ പറ്റും? ഡോണ്ട് ത്രോ എവേ ഗാർബേജ് ഹിയർ ആൻഡ് ദർ. അങ്ങനെ എഴുതിക്കൂടെ? ക്ലീൻ ആൻഡ് ടൈഡി എൻവയോൺമെൻറ്റ് പ്രൊവൈഡേഴ്സ് വിത്ത് ഹെൽത്ത്. ശുചിത്വമുള്ള നാട്ടിൽ നമുക്ക് ആരോഗ്യവും ഉണ്ടാവും അല്ലേ? ക്ലീൻ എൻവയോൺമെൻറ്റ് ഈസ് അവർ പ്രൈഡ്. ശുചിത്വമുള്ള പരിസരം നമ്മുടെ അഭിമാനമാണ്. ഇത് കൂടാതെ മുൻപ് പരിചയപ്പെടുത്തിയ മറ്റ് സ്ലോഗൻസും നിങ്ങൾക്ക് ഇവിടെ എഴുതാവുന്നതാണ്. അപ്പോൾ എയും ബിയും നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൽ തന്നെ സി പാർട്ടിലുള്ള ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഡയേറിയ പേഷ്യൻറ്റ്? പുട്ട് എ ടിക്ക് മാർക്ക്. ഡയേറിയ വന്ന രോഗിക്ക് താഴെ പറയുന്നവയിൽ ഏതാണ് നൽകേണ്ടത്? ടീ, കൊക്കക്കോള, സോൾട്ടഡ് റൈസ് വാട്ടർ, സർബത്ത്. അപ്പോൾ നമ്മൾ ഏതിലാണ് ടിക്ക് മാർക്ക് കൊടുക്കേണ്ടത്? സോൾട്ടഡ് റൈസ് വാട്ടർ.